ഇസ്രായേൽ അമേരിക്ക സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആയത്തുള്ള ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ തസ്നീം ഫാർ തുടങ്ങിയ വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖമനേയി കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലും പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇറാൻ ടിവിയും ഖമനേയിയുടെ മരണം സ്ഥിരീകരിച്ചു. ഖമനേയിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. അതേസമയം ഇറാനെതിരെ സൈനിക ആക്രമണം തുടരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കൃത്യവും വേഗതയുമുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനെതിരെ സൈനിക നടപടി ഈ ആഴ്ച ഉടനീളം തുടരും. അതേസമയം ഖമനേയിയെ വധിച്ചെങ്കിലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൈവരിക്കും വരെ ഇറാനെതിരായ സൈനിക നടപടി തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. ഇറാനിലുടനീളം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി രാത്രി മുഴുവൻ വൻ വ്യോമാക്രമണങ്ങൾ നടത്തി. ഇതുവരെ 201 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. 1000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യഥാർത്ഥ മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഇതിലും വളരെയേറെ ആയിരിക്കുമെന്നാണ് വിവരം. വ്യോമാക്രമണം തുടരുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായ 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലാണ് ആദ്യം അവകാശപ്പെട്ടത്. ഖമനേയി ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നെതന്യാഹു അവകാശപ്പെട്ടത്. ഇതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമനേയി കൊല്ലപ്പെട്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ചരിത്രം കണ്ട ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ ഇക്കാര്യം ആദ്യം നിഷേധിച്ചു. എന്നാൽ ഇതിനിടെ ടെഹ്റാനിലെ ഖമനേയിയുടെ ഓഫീസ് പൂർണ്ണമായും തകർത്ത ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ, വിപ്ലവസേനയുടെ കമാൻഡർ മുഹമ്മദ് പാക്പോർ, പ്രതിരോധ കൗൺസിൽ സെക്രട്ടറിയും സുരക്ഷാ ഉപദേഷ്ടാവുമായ അലി ഷംഖാനി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും മരുമകനും കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും ഇതിനിടെ പുറത്തുവന്നു. പിന്നീട് 5 മണിക്കൂറിന് ശേഷമാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പിന്നാലെ ഖമനേയിയും കൊല്ലപ്പെട്ടെന്ന് വാർത്താ ഏജൻസികളും ഇറാൻ ടിവിയും സ്ഥിരീകരിക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. അതേസമയം ഞായറാഴ്ച പുലർച്ചെ ഇറാൻ ഭരണകൂടമാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത സ്ഥിരീകരിച്ചത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതമായി വിശേഷിക്കപ്പെടുന്ന ഈ സംഭവത്തെ തുടർന്ന് രാജ്യത്ത് 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണവും 7 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചു. ഇറാൻ വിപ്ലവത്തിന്റെ അമരക്കാരനും മുസ്ലിം ഉമ്മത്തിന്റെ വഴികാട്ടിയുമായിരുന്നു ഖമനേയി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചതായി ക്യാബിനറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ നടന്ന അതിശക്തമായ ബോംബാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ മകൾ പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ ഇസ്ലാമിക് ലോകത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയായിരുന്നു അദ്ദേഹമെന്ന് ഇറാൻ ഭരണകൂടം അനുസ്മരിച്ചു. അതേസമയം ഖമനേയി കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചതോടെ യുദ്ധമുനമ്പിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആരാകുമെന്നാണ് പുതിയ ചോദ്യം. പരമോന്നത നേതാവ് അന്തരിച്ചാൽ അധികാരം കൈമാറുന്നതിന് ഇറാനിയൻ ഭരണഘടനയിൽ വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാനിയൻ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള ഒരു പുരോഹിതൻ എന്നിവരടങ്ങുന്ന 3-അംഗ സമിതി രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. നിലവിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായ അലി ലാരിജാനിക് കൂടുതൽ അധികാരങ്ങൾ നൽകിയതായി ചില രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സിനാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മതപണ്ഡിതന്മാരാണ് ഈ സഭയിലുള്ളത്. നേതാവ് അന്തരിച്ചാൽ ഇവർ അടിയന്തരമായി യോഗം ചേരും. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പരിഗണിക്കുന്ന വ്യക്തിക്ക് മികച്ച ഇസ്ലാമിക് പാണ്ഡിത്യം, നീതിബോധവും ഭക്തിയും, ശരിയായ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാട്, ധൈര്യം, ഭരണനിരൂപണത എന്നിവയുണ്ടായിരിക്കണം. അസംബ്ലി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഒരാളെ പിന്തുണച്ചാൽ അദ്ദേഹത്തെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കും. അതുവരെ താൽക്കാലിക സമിതി ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.